നമുക്ക് ആവാം എന്നാണ് ചുരുക്കി സൂചിപ്പിക്കുന്നത്. യാസ്മിന്റെ നിലനിൽപ്പ് നിങ്ങൾക്ക് ഒരുക്കണ്ട, അത് യാസ്മിനായിട്ട് നമ്മളിവിടെ സംവാദത്തിന് വ്യവസ്ഥ എഴുതാനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഔദ്യോഗിക ചാനൽ മുഖേന ആ മുഖാമുഖം നടത്തിയ കമ്മിറ്റി നിങ്ങൾക്ക് കൈമാറി. ഞങ്ങൾ ആ കമ്മിറ്റിയുടെ സെക്രട്ടറിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുത്തു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കമ്മിറ്റി കൈമാറി. നസീർ ഞങ്ങൾക്ക് നൽകുന്ന ലെറ്റർ പിന്നെന്താണ്, താങ്കൾ കേന്ദ്രം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടിയെന്നാണ്. അപ്പൊ നിങ്ങൾ ആ ഔദ്യോഗിക ചാനലിൽ തന്നെ വരണം. നിങ്ങൾ KNM-ഉമായിട്ട്, ഞങ്ങൾ KNM-ന്റെ പ്രതിനിധികളായി, AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM-ന്റെ പ്രതിനിധികളായിട്ടാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത് എന്ന് വ്യവസ്ഥയിൽ ആദ്യമായിട്ട് എഴുതണം. എന്നിട്ട് അതിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ഇന്ന ആളുകൾ ഈ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ പങ്കെടുത്തു എന്ന് ഒപ്പിടണം ഔദ്യോഗിക ചാനലിലൂടെ. എനിക്ക് ഔദ്യോഗികതയുണ്ട് എന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞതുകൊണ്ടായില്ല. ചിലപ്പോ അവിടെ എത്തുമ്പോൾ AP-യുടെയോ DP-യുടെയോ അടുക്കലെത്തുമ്പോ ഔദ്യോഗികത കാണുന്നില്ല. നമ്മൾ അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ പലപ്പോഴും ചിലരെ കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആളല്ലാന്നാ പറഞ്ഞത്, ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധമില്ലാന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഔദ്യോഗികത അഡ്രസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ അഡ്രസ് നിങ്ങൾക്ക് അവിടെ അംഗീകരിച്ച് കിട്ടുമോ ഇല്ലേ എന്നത് കൃത്യമായിട്ട് ഞങ്ങൾ അറിയണം, കൃത്യമായിട്ട് അറിയണം. അപ്പം നേരത്തെ ഔദ്യോഗിക ചാനലിലൂടെ പോയതുപോലെ തന്നെ നമ്മളുടെ ഈ വ്യവസ്ഥയും എഴുതേണ്ടത് ഏതാണ്, ആ ഔദ്യോഗിക ചാനലിലൂടെ. നമുക്ക് വ്യക്തിപരമായി വേറെ സ്റ്റേജിലൊക്കെ നമ്മൾ നടത്താറുണ്ട്, വേറെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിട്ടാറുണ്ട്. അത് വേണമെങ്കിൽ വേറെ എഴുതാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് അത് വേറെ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ രണ്ടാളും കൂടിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ ഉദ്ദേശിക്കുന്നത് അവർ കൂടിയാൽ മതി. ഈ രീതിയിൽ ലെറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടി. ഞങ്ങളുടെ ആദർശ സമ്മേളനം നടക്കുന്നു 4-ാം തീയതി. അതുകൊണ്ട് കഴിയില്ല. 26/9/2009 നസീർ സാഹിബ് ഒപ്പിട്ട് നൽകിയ കത്താണ്. അപ്പൊ ആ ഔദ്യോഗിക ചാനലിൽ നടക്കണം. അതിന് കഴിയില്ല എങ്കിൽ വെറുതെ സമയം കളയേണ്ട, വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾ ഈ തരത്തിൽ KNM-ന്റെ ഔദ്യോഗിക പ്രതിനിധികളായി ഞങ്ങൾക്ക് സംവാദത്തിൽ പങ്കെടുക്കാൻ സാധ്യമല്ല, അതിന് ഞങ്ങൾക്ക് തടസ്സമുണ്ട് എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ടേക്ക്. എന്നാ കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള ലെറ്റർ നിങ്ങൾ KNM-ന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിലാണ്. ഞാനിനി ഇതിന് മറുപടി പറയുന്നില്ല. എന്ന് വെച്ചാല് അല്ല, അത് ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ തുടക്കം പോലെ പറയണത് പിന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ കേൾക്കണവന് മുഷിപ്പ് പോകുന്നു, പറയണേ എനിക്കും മുഷിപ്പുണ്ട്. നമ്മളിപ്പോ തുടക്കം പോലെ പറയണല്ല, അതന്നെ പറഞ്ഞത്. തുടക്കം പോലെ നമ്മൾ പറയണാരും പിന്നെ ആവർത്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഇത് നടക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വെറുതെ നമ്മൾ സമയം മെനക്കെടുത്തേണ്ടില്ല. ഒന്നുകിൽ നമുക്ക് ഇത് നടത്താം, അല്ലെങ്കിൽ നടത്തണ്ട എന്ന് തീരുമാനിച്ച് പിരിയാം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങൾ ഇതുവരെയും നീക്കിയ നിലപാടും വളരെ കൃത്യമാണ്. ഞങ്ങൾ ആ നിലക്ക് ഇതുവരെ ചെയ്തു. ഇതിന്റെ അവസാനം എന്ന നിലക്ക് അദ്ദേഹം നിങ്ങൾക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുമായിട്ടും ആവാം എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ആയിക്കോണോ, ഇപ്പൊ എന്തായിരുന്നാലും അതിന് പറ്റൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ പറ്റൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഇത് പറ്റൂല എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇനി അരമണിക്കൂർ ചെലവാക്കേണ്ടില്ല. ഇത് നടത്തണ്ടാന്ന് തീരുമാനിക്കാൻ യോഗം കൂടെ ഉണ്ട്. ഒരു പരിപാടി നടത്തണ്ടാന്ന് തീരുമാനിക്കാൻ യോഗം കൂടെ കാര്യമുണ്ടോ? ഒരു പരിപാടി നടത്താൻ യോഗം കൂടിയാൽ പോരെ. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ എന്തായാലും കൂടി ഒന്നിലേക്ക് നടക്കണം. ഇത് നടക്കൂലെങ്കിൽ പിന്നെ നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞു. ഇത്രയും നേരം ഞങ്ങൾ ഇത്രയും എഴുത്തുകൂത്തിന് ഇത്രയും ദിവസങ്ങൾ അതിനുവേണ്ടി മെനക്കെട്ടതും ഇത്രയും ചർച്ചകൾ ഞങ്ങൾ നടത്തിയതും വളരെ കൃത്യമായ റൂട്ടിലാണ്. ആ റൂട്ട് ഏത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞു തന്നു, അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് നിങ്ങൾക്ക് സമ്മതമല്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ ഇപ്പോ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഇത്രയും നേരം വിശദീകരിച്ച രൂപത്തിൽ ആവർത്തിക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയും നേരം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ നമുക്ക് നടത്തുകയും ആവാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഇതുവരെ പോയത് കൃത്യമായ റൂട്ടിലാണ്. KNM ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏൽപ്പിച്ചു എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, നസീർ എഴുത്തു തന്നത്. വളരെ കൃത്യമായ രൂപത്തിലാണ് ഇതുവരെ നിങ്ങൾ പോയത്. പക്ഷെ ആ കൃത്യതയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ആ കൃത്യതയിൽ തന്നെ മുന്നോട്ട് പോകണം. KNM-ഉമായിട്ട് എന്ത് ചെയ്യണം, സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. അതല്ലെങ്കിൽ പിരിയാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ KNM എന്നുള്ള നിലയിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന KNM-ന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിലാണ് നിങ്ങളെ കാണുന്നത്. ആ രീതിയിൽ KNM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വ്യവസ്ഥ എഴുതി മുന്നോട്ട് പോവാൻ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, KNM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഈ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പിരിയാവുന്നതാണ്. KNM എന്ന പേര് ഉപയോഗിക്കണോ വേണ്ടോ ഒക്കെ പിന്നെ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. മറിച്ച് ഇവിടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, വാക്കിന് ഉറപ്പുള്ളയാളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
സലാം സുല്ലമിയെയും CP ഉമർ സുല്ലമി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോ? ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഈ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പിരിയാവുന്നതാണ്. വെറുതെ സംസാരിച്ചെന്ത് ചെയ്യേണ്ട. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ പരിപാടികളുണ്ട്. നിങ്ങൾ ഇതുവരെ കൃത്യമായി പോയ ആ റൂട്ടിൽ ഇനിയും പോകണം എന്നാ പറഞ്ഞത്. നസീർ സാഹിബ് വളരെ ലാസ്റ്റിൽ തന്നിട്ടുള്ള ആ ഡേറ്റ് പോലും നിശ്ചയിച്ചത് ജില്ലാ സെക്രട്ടറിക്ക് അയച്ചത്. ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യമാണ്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചാല് സംഗതി എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് വ്യക്തമാണ്. ഇവിടെ സംഗതി ഇവിടെയും ഇപ്പോഴും അവസാനം പറയുമ്പോൾ എന്തിനാണ് അലി സാഹിബ് ഇങ്ങനെ പറയുന്നത്? നമ്മളിപ്പോ എന്തായിരുന്നാലും നേർക്കുനേരല്ല വർത്താനം പറയണം. ഇവിടെ നസീർ സാഹിബ് ഇവിടെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയട്ടെ ഞാൻ പറയിപ്പിച്ചുതരാം. എന്താ വെച്ചാല് നസീർ സാഹിബിനെ ഏൽപ്പിച്ച ജില്ലാ സെക്രട്ടറി അദ്ദേഹം അല്ല അടയ്ക്കട്ടെ, ഞാൻ പറയിപ്പിച്ചോളാം. ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാല് നസീർ സാഹിബിനെ ഏൽപ്പിച്ച ജില്ലാ സെക്രട്ടറിയാണ് എന്ന അബദ്ധധാരണയിൽ ഇപ്പോഴും നിങ്ങൾ തൂങ്ങുകയാണ്. അത് അല്ല എന്ന് നസീർ സാഹിബിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു. പക്ഷെ നസീർ സാഹിബിനെ ഏൽപ്പിച്ച ജില്ലാ സെക്രട്ടറി എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളുടെ ആവശ്യമാണ്. അത് ഞങ്ങൾക്കറിയാം. ഇന്ന് ഒഴിയണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ ഏതായിരുന്നാലും നസീർ സാഹിബിനെ ഏൽപ്പിച്ചത് ഞങ്ങളാണ്. ആര്? ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇവിടുന്ന് കൈമാറിയ കത്തിനടിസ്ഥാനം ഞങ്ങളാണ് നസീർ സാഹിബിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നസീർ സാഹിബ് കിട്ടുന്ന കത്ത് മുഴുവൻ ഞങ്ങളെ കൈമാറിയിട്ടുള്ളത്, അല്ലാതെ ജില്ലാ സെക്രട്ടറി നേരിട്ട് കൈമാറിയിട്ടുള്ളതല്ല. ഞങ്ങൾ വഴിയാണ് കൈമാറുന്നത്. ഞങ്ങൾ ഏൽപ്പിച്ചാണ് ജില്ലാ സെക്രട്ടറി. അപ്പോ നിങ്ങൾ വീണ്ടും അവസാന സമയത്തും ഇത് തീരാൻ പോകുന്ന കണ്ടപ്പോൾ ഒരു കുത്തിട്ട് പോകാം എന്ന് വിചാരിക്കേണ്ട. അത് കൃത്യമാണ്. നസീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല, KNM സെക്രട്ടറി അല്ല ഏൽപ്പിച്ചിട്ടുള്ള, ഞങ്ങളാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വാദപ്രതിവാദത്തിന്റെ തുടക്കം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അത് അറിയാതെ വന്നാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്, വിഷമം വിചാരിക്കരുത്. ആന്ന് വെച്ചാല് ഈ സംവാദം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച എന്തുകൊണ്ട് നടത്തി? ഇദ്ദേഹം ഒരു കത്ത് കൊണ്ടുവന്ന് കാണിച്ചു. KJUവിന് നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ കത്ത്. അതാണല്ലോ ഔദ്യോഗികമായ കത്ത് എന്ന് പറയുന്നത്. ആണല്ലോ. അതാണ് ഔദ്യോഗികമായി നിങ്ങൾ കൊടുത്ത കത്ത്. ആ കത്ത് നിങ്ങൾ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത് എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ അതിന് നമ്മൾ കൃത്യമായി മറുപടി പറഞ്ഞു, ഇന്നതാണ് അതിന്റെ ന്യായം, അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാസ്മിൻ, വള്ളക്കടവ് താമസം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല, മറുവിഭാഗത്തിനാണ് വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആര് സംവാദത്തിന് ക്ഷണിച്ചാലും, ചേകന്നൂരുകളാകട്ടെ യുക്തിവാദികളാകട്ടെ, ആര് സംവാദത്തിന് ക്ഷണിച്ചാലും ആ സംവാദ ക്ഷണം സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരുന്നു മുജാഹിദുകൾ. എന്നാൽ 2007 മാർച്ച് 22-ാം തീയതി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു സംവാദ കത്ത് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു സംവാദത്തിന് തയ്യാറായില്ല? ഇന്ന് നിങ്ങൾ ഈ പരാമർശിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ജീവിച്ചിരിപ്പുള്ളവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദങ്ങൾക്ക് പകരം അവരുമായിട്ട് ഒരു വിമേശയ്ക്ക് ചുറ്റിനു പിറന്ന് സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതപ്പോ ആരോടെ ചോദിക്കണമെന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം. എന്തായാലും കുറച്ചു കാലൊക്കെ ഇവിടെയൊക്കെ നടന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മുജാഹിദുകളെ സംബന്ധിച്ച് നന്നായി അറിയാം, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദം എന്ന് കേട്ടുമ്പോൾ കിലുകിലാ പറച്ച് ഇറങ്ങി ഓടുന്ന ഒരു കൗമാണ് എന്ന് ആരെങ്കിലും ചെവിയിൽ മന്ത്രിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാദപ്രതിവാദത്തിനുണ്ടോ? ഇന്നലെയും മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ മുനീർ ബദരി ഇന്നലെയും ഖുറാഫികളായിട്ട് വാദപ്രതിവാദത്തിന് കരാർ എഴുതി ഇന്നത്തെ സിറാജ് വയ്ക്കലുണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത് നമ്മുടെ എന്റെ സ്നേഹിതനാണ്, ഞാൻ പഴയ കാലം മുതൽ വിളിക്കേണ്ട ഒരു പേരുണ്ട്, ചെല്ലപ്പേരാണ് അലിമുല്ല എന്ന് പറയുന്ന അദ്ദേഹവും, ഇനി അവിടെ നിങ്ങോട്ടുള്ള സലാം സുല്ലമിയും, ഇനി അതല്ല അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലും, അങ്ങനെയുള്ള ആളുകളല്ലേ ഉള്ളൂ. അതിനേക്കാൾ വലിയ പണ്ഡിതരും മഹത്തുക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ, മടവൂരികളുമായി വാദപ്രതിവാദം എന്ന് പറഞ്ഞാല് ഒരു ചുക്കുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളിനി വാദപ്രതിവാദം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദം